വലിയ പ്രതീക്ഷകളോടെയാണ് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. കാരണം 10 വർഷത്തെ ഇടതുപക്ഷ മുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ടായിരുന്നു. ആ ജനവികാരം പ്രതിഫലിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. UDF ആണെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് സൗജന്യങ്ങൾ കൊടുക്കുന്നു, സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കുന്നു, അങ്ങനെ പിന്നെ 1000 രൂപ വീതം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ അവർ നൽകിയിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദമായ ചർച്ചകൾ പലപ്പോഴും നടന്നിരുന്നതാണ്. കാരണം അത് ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF മുന്നണിയാണെങ്കിലും കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും സമ്മതിച്ചൊരു കാര്യമാണ്. ഒരുപക്ഷെ പരസ്യമായിട്ട് LDF അത് പറയില്ലെങ്കിൽ പോലും അവർ പലപ്പോഴും പറഞ്ഞിരുന്നു, കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്, കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പല നടപടികൾ സ്വീകരിക്കുന്നു എന്നൊക്കെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരുന്നു. അപ്പം മുമ്പ് നൽകിയിരുന്ന പല ആനുകൂല്യങ്ങളും അത് 4-5 വർഷത്തേക്ക് നൽകിയിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ 1-2 വർഷത്തേക്ക് നൽകിയിരുന്നതായിരിക്കാം. അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ധനകാര്യ കമ്മീഷൻ്റെ കാലാവധിയിൽ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് കൊടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ കാലാവധി 2022 കഴിഞ്ഞതോടുകൂടി അതും ഇല്ലാതായി. അപ്പം അങ്ങനെ റവന്യൂ കമ്മി ഉള്ള സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം അതും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പുതുതായിട്ട് വന്ന UDF സർക്കാർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ളൊരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം കാണേണ്ടത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പിന്നോട്ടടിക്കാൻ അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദമായ അപഗ്രഥനമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് UDF പറയുന്നത്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ, അദ്ദേഹം ഇടക്കാലത്ത് UDF അധികാരത്തിലിരുന്ന സമയത്ത് പ്ലാനിംഗ് ബോർഡ് ചെയർമാനായിരുന്നു. അന്ന് പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി CP ജോൺ. അങ്ങനെ KM ചന്ദ്രശേഖർ കൺവീനറായിട്ടുള്ള പിന്നെ ഇടതുപക്ഷ അനുകൂലികളൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ധവളപത്രം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ധവളപത്രത്തിൽ പ്രധാനമായിട്ടും അവർ കിഫ്ബി, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് കേരള, അങ്ങനെ ഒരു സ്ഥാപനം 2017 മുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് ആ കിഫ്ബിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ്. അല്ലെങ്കിൽ ആ കിഫ്ബി പ്രവർത്തനം നമുക്ക് എത്രത്തോളം നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് അനുഗുണമായോ അല്ല വിഘാതമായോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നടത്തുന്നത്. വളരെയധികം വിവാദമായ ഒരു കാര്യമാണ് കിഫ്ബി. കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ അത് ബജറ്റ് ഇതരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ബജറ്റിൽ വകയിരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവർ വായ്പ എടുക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബി രൂപീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെ ഏതാണ്ട് 2498 കോടി രൂപയാണ് കിഫ്ബിക്ക് തുടക്കത്തിൽ നൽകിയത്. പിന്നീട് കിഫ്ബി അന്താരാഷ്ട്ര മസാല ബോണ്ടിൽ നിന്നൊക്കെ 2150 കോടി രൂപ കടമെടുത്തു. ഈ കടം എടുത്തതൊക്കെ പുറത്ത് സാധാരണ ഏജൻസികളിൽ നിന്ന് കടമെടുക്കുന്നതിനേക്കാൾ വലിയ ഇൻട്രസ്റ്റിലാണ് കടമെടുത്തത് എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി വികസന പ്രവർത്തനങ്ങൾ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുകയാണ് കിഫ്ബി പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തിലെ ധനവകുപ്പിനെ മറികടക്കാനുള്ള സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ധനമന്ത്രിക്ക് പോലും യാതൊരു വോയിസും ഇല്ല, അല്ലെങ്കിൽ ധനവകുപ്പിന് വോയിസ് ഇല്ല. കാരണം ധനവകുപ്പായിരുന്നു മറ്റു വകുപ്പുകളുടെ മുകളിലുള്ള സാമ്പത്തിക നിയന്ത്രണം, ആ വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ടിങ് ഒക്കെ നൽകുന്നത് ധനവകുപ്പായിരുന്നു മൊത്തം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. കാരണം നമുക്കൊരു സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പാണെന്ന് പറയാമെങ്കിലും അതിനേക്കാൾ പ്രധാനം ധനവകുപ്പായിരുന്നു. പക്ഷേ ഇന്ന് ധനവകുപ്പിനെ മറികടന്നുകൊണ്ടാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. കിഫ്ബിയെ ചോദിക്കാൻ ആരുമില്ല. കാരണം കിഫ്ബിക്ക് സർക്കാരിൽ നിന്നിൻ്റെ സെസ് കിട്ടുന്നുണ്ട്, അതുപോലെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% അവർക്ക് കിട്ടുന്നുണ്ട്. അത് എത്രയോ വർഷത്തേക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റ് ഏജൻസികളിൽ നിന്ന് വായ്പ നൽകുന്ന തുക ഉപയോഗിച്ചുകൊണ്ട്, വായ്പയായിട്ട് ലഭിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് കിഫ്ബി അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ധനവകുപ്പിനെ
മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കിഫ്ബി നടത്തുന്നത്. അത് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ധവളപത്രത്തിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയധികം പുറകോട്ടടിക്കാനുള്ളൊരു കാരണം തന്നെ നേരത്തെ GST നടപ്പിലാക്കുന്നതിനെതിരായ നിലപാടായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവർ GST നടപ്പിലാക്കി, കാരണം അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷേ GST നടപ്പിലാക്കിയ സമയത്ത് നികുതി പിരിവ് കാര്യക്ഷമമായി അവർ നടത്തിയില്ല എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ 5 വർഷം GST എത്ര തുക കുറഞ്ഞാലും നമുക്ക് കിട്ടേണ്ട തുക, ബാക്കി തുക സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നഷ്ടപരിഹാരമായിട്ട് നൽകും, GST കോമ്പൻസേഷൻ നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ നികുതി പിരിവിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതാണ് കേരളത്തിലെ സർക്കാരിനെതിരെ ഇടതുപക്ഷ മുന്നണിയുടെ 1ഉം 2ഉം സർക്കാരുകൾക്കെതിരായിട്ടുള്ള പ്രധാനമായ ആരോപണം അതായിരുന്നു. ഒന്നാമത്തെ സർക്കാരിലായിരുന്നു ഈ GST പിരിവിൻ്റെ വീഴ്ച പ്രധാനമായിട്ടും സംഭവിച്ചത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന സമയത്ത് കേരളത്തിൽ 100 കണക്കിന് ബാർ ഹോട്ടലുകളാണ് അടച്ച് പൂട്ടിയത്. ആ ബാർ ഹോട്ടലുകളൊക്കെ തുറന്നു. ഈ ബാർ ഹോട്ടൽ തുറന്ന സമയത്ത് പിന്നീട് അവിടുന്ന് കിട്ടുന്ന ലൈസൻസ് ഫീ, അതിൻ്റെ വാർഷിക സംഖ്യയുണ്ട്. അതേപോലെ തന്നെ ബാറുകളിൽ അവരിൽ നിന്ന് വരുമാനം, ഉദാഹരണത്തിന് ബാറുകളിൽ കേരള ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിയിട്ടാണ് ബാറുകളിൽ വിൽക്കുന്നത്. പക്ഷേ ബാറുകളിൽ വിൽക്കുന്ന സമയത്ത് തന്നെ വലിയ തുക നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ബാറുകളിൽ ഒരു തവണ വാങ്ങിയ ടാക്സ് ഉപയോഗിച്ച് വാങ്ങിയ മദ്യമായതുകൊണ്ട് ആ മദ്യത്തിന് പിന്നീട് ടാക്സ് ഈടാക്കുന്നുണ്ട്. അതിന് പകരം ടേൺ ഓവർ ടാക്സ് ആണ് ഈടാക്കുന്നത്. അപ്പം ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് ടേൺ ഓവർ ടാക്സ് ആയിട്ട് കിട്ടേണ്ടത്. പക്ഷേ ഈ നേരത്തെ അടച്ചുപൂട്ടിയ ബാറുകളൊക്കെ തുറന്ന സമയത്ത് 1-2 വർഷത്തേക്ക് പല ബാറുകളിൽ നിന്നും ടാക്സ് വാങ്ങിയില്ല എന്നുള്ളതാണ് കുറ്റകരമായ കാര്യം. അപ്പം പിന്നീട് ഇവർക്ക് ബജറ്റിലൊക്കെ ഈ പല ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ ഫൈൻ അടിച്ചു കൊടുത്ത സമയത്ത് ബജറ്റിൽ ഇളവ് നൽകുകയായിരുന്നു തോമസ് ഐസക് ചെയ്തത്. അങ്ങനെ ബാറുകാരുമായിട്ടുള്ളൊരു അവിശുദ്ധ സഖ്യമാണ്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചു പൂട്ടിയ ബാറുകൾ, ആ ബാറുകൾ തുറന്ന ബാറുകളിൽ നിന്ന് അവരുമായിട്ടൊരു അവിശുദ്ധമായ സഖ്യം ഉണ്ടാക്കുകയാണ് നമ്മുടെ തോമസ് ഐസക്കിൻ്റെ സർക്കാർ ചെയ്തത്. അതേപോലെ തന്നെ നികുതി പിരിവിൽ വളരെയധികം വീഴ്ചയുണ്ടായി. GST കൃത്യമായി നടപ്പിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. IGST പിരിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. അതേപോലെ തന്നെയാണ് തോമസ് ഐസക് ആദ്യം തന്നെ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ പ്രക്രിയ. ഈ ശമ്പള പരിഷ്കരണം നടത്തരുത് എന്ന്, കാരണം പിന്നീട് കോവിഡിന് ശേഷം പുതിയ സർക്കാർ വന്ന സമയത്ത് ശമ്പള പരിഷ്കരണം നടത്തേണ്ട കാര്യമില്ല എന്ന് പല സാമ്പത്തിക വിദഗ്ധരും, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന പല സാമ്പത്തിക വിദഗ്ധരും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ 15,000-ഓളം കോടി രൂപയാണ് പ്രതിവർഷം നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലാണ് ശമ്പള പരിഷ്കരണം നടത്തിയത്. അപ്പം സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചൊടിപ്പിക്കാൻ ബാലഗോപാൽ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും അധികം പുറകോട്ട് പോയി. ട്രഷറികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ തന്നെ 30% കട്ട് ചെയ്തു. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പണമൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുന്നത് 3-ാം ദിവസം, അതായത് എന്നാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിൽ പണം കിട്ടുന്നത്, ആ പണം 3-ാമത്തെ ദിവസമെങ്കിലും വിതരണം ചെയ്യണമെന്നുള്ളതാണ് നിർദ്ദേശമെങ്കിലും അവരത് മാറ്റിവെച്ചു. ആ പണം തിരിമറി ചെയ്യുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇതിന് കുറേ കാലത്തിന് ശേഷമാണ് ആർക്ക് പണം കൊടുക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനം എല്ലാം വെട്ടിച്ചുരുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് വിഘാതമാവുന്ന രീതിയിലുള്ള നടപടിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് കേരളത്തെ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒക്കെ മാറിയത്. കേരളത്തിലെ ഓരോ ആളും 1.5 ലക്ഷം 2 ലക്ഷം ജനിക്കുന്ന കുഞ്ഞു വരെ കടക്കാരനായി മാറുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുള്ളത്. ആളോരി കടം വർദ്ധിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇത് പരിഹരിക്കാൻ ഇപ്പോഴത്തെ സർക്കാരിനുള്ള ഇച്ഛാശക്തി ഉണ്ടോ? കാരണം നമ്മൾ ഇപ്പോൾ നികുതി പിരിവ് എന്ന് പറയുമ്പോൾ കടക്കാരിൽ നിന്ന് നികുതി ഈടാക്കിയാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കടക്കാർ ആരിൽ നിന്നാണ് നികുതി ഈടാക്കുന്നത്? നികുതി കടക്കാർ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയാണ് കറക്റ്റായിട്ട് സംസ്ഥാന സർക്കാർ ഈ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കാത്തത്. അപ്പോൾ ഇങ്ങനെ നികുതി പിരിവിൽ കാണിക്കുന്ന അലംഭാവം, അതുപോലെ തന്നെ ധൂർത്ത്, നമുക്കറിയാം ഒരുപാട് പദ്ധതികളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് നവകേരള യാത്ര, അതേപോലെ തന്നെ ലോക കേരള സഭ, അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ധൂർത്തടിച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ നടത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
സർക്കാരിൻ്റെ വരുമാനം മുഴുവൻ ദൈനംദിന ചെലവുകൾക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പലിശ തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള നടപടികൾ മാത്രമേ കൈക്കൊള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് കേരളം മാത്രമാണ് പുറകോട്ട് പോയത്. അതിനെ പ്രതിരോധിക്കാനുള്ള, അതിനെ ഒരു തടഞ്ഞു നിർത്തി കേരളത്തിന് പുരോഗതി ഉണ്ടാക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ധവളപത്രത്തിലൂടെ എടുത്തിരിക്കുന്നത്. ഈ ധവളപത്രം എന്ന് പറയുന്നൊരു പിക്ചർ നൽകുക എന്ന് മാത്രമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ളത്. അത് ഇനി സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണ് ഏത് രീതിയിലേക്ക് നമുക്ക് പോകുന്നത് കാണാൻ പറ്റുന്നത്. ഏതായാലും കേരളത്തിൻ്റെ ഭാവി അത് മുന്നോട്ടാണോ അല്ല കേരളം മുൻനിർത്തി തന്നെ നിൽക്കുകയാണോ അല്ല പുറകോട്ടാണോ എന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.